ഒറ്റ കാര്യം ചോദിക്കട്ടെ ആഷ്മിയെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണ മലയാളിക്ക്, ശരാശരി മലയാളിക്ക് മനസ്സിലാകാൻ ചോദിക്കുക, ഈ നടിയെ ആക്രമിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? പൾസസൂരി പറഞ്ഞത് ഒരു കൊട്ടേഷനാന്ന് പറഞ്ഞു അല്ലേ? ആർക്ക് വേണ്ടിയാണ് പൾസസൂരി അപ്പം പറഞ്ഞില്ല? ഇതൊക്കെ പറയാൻ മനഃപൂർവ്വം പറയാഞ്ഞതാണ് അല്ലേ? അങ്ങനെയെങ്കിൽ പൾസസൂരി എപ്പോഴാണ് പറഞ്ഞത്? 4 മാസം കഴിഞ്ഞ്. ഇത് 4 മാസം കഴിഞ്ഞ് ഒരു നാടകം ജയിലിൽ നടന്നല്ലോ, ഒരു ഫോൺ അങ്ങോട്ട് കടന്നു. ജയിലിൽ ഒരു മുട്ടുസൂചി കടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരെ കടക്കുമോ? ഈ നാടകമൊക്കെ ആരോടാ പറയുന്നത്? ഇത് ഫ്രെയിം ചെയ്ത കേസാന്ന് പറയാനുള്ള കാരണങ്ങളിൽ ചിലത് ഇതാണ്. അടുത്ത കാര്യം ചോദിക്കട്ടെ, പൾസസൂരിയും ദിലീപും തമ്മിൽ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇത് ഡിജിറ്റൽ രേഖയും വായ്മൊഴിയൊക്കെ അങ്ങ് പോട്ടെ, പൾസസൂരിയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഫസ്റ്റ് ചോദ്യം, ചെറിയ ലളിതമായ ചോദ്യമാണ്. അടുത്തൊരു കാര്യോട് ഞാൻ ചോദിച്ചോട്ടെ, പൾസസൂരിക്ക് ദിലീപ് പൈസ കൊടുത്തല്ലോ എന്നാണല്ലോ ഇവർ പറഞ്ഞത്. ഒന്ന് തെളിയിക്കാൻ പറ്റുമോ സാർ? പൾസസൂരിക്ക് കാക്കയും പരുന്തും തത്തയൊന്നും കൊണ്ട് പൈസ കൊടുക്കുകയല്ലോ. അല്ല സജി നന്ദിയാട്ട്, ഇവിടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു റൂമിനകത്ത് ഒത്തുചേർന്ന് ചായയും കശുവണ്ടിയും കഴിക്കുന്ന ചർച്ചയല്ല, അത് ക്യാമറയിൽ പകർന്ന ചർച്ചയല്ല, CCTV പറയുന്ന ചർച്ചയല്ല, അത് ഗൂഢാലോചനയാണ്. മറ്റേ ആലോചനയാണ്, ഗൂഢാലോചനയാണ്, തെളിവ് ശേഖരി പാടാണ്. എന്നിട്ട് പോലും ഡോക്യുമെന്റ് അടക്കം ഒരുപാട് തെളിവുകൾ കൊടുത്തു. ആ തെളിവുകൾ കോടതിക്ക് ബോധ്യമാവാത്തത് എന്താ എന്ന് നമുക്ക് വിധി പ്രസ്താവത്തിൽ അറിയൂ. ഒരു പ്രശ്നം എന്നാ അറിയോ? നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 8.5 വർഷക്കാലം മലയാളിയെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു ദിലീപാണെന്ന്. അതങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു, ബ്രെയിനിൽ റേസായി പോയി. നമ്മൾ സാധാരണ പറയാറുണ്ട് 13.5 വയസ്സ് വരെ നമ്മുടെ തലച്ചോറ് ഉറയ്ക്കുന്നത് വരെ നമ്മൾ ശീലിച്ചത് നമ്മൾ ജീവിതാവസാനം വരെ കൊണ്ടുപോകത്തുള്ളത്. മലയാളിയോടെല്ലാം പറഞ്ഞു ദിലീപ്. മലയാള സിനിമയിൽ ഒരേ ഒരു നടൻ ദിലീപ് അല്ലല്ലോ, എന്റെ ക്രൂശിച്ചു. അത് പോട്ടെ, ഇവിടെ മലയാള സിനിമയിൽ ഒരേ ഒരു നടൻ ദിലീപ് അല്ലല്ലോ. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, കുഞ്ചാക്കോവനുണ്ട്, 100%. പിന്നെ ഒരുപാട് നടന്മാരുണ്ടല്ലോ, ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ. ഇവിടെ ദിലീപാണല്ലോ അകത്ത് കാണുന്നത്. അതെല്ലാം മാധ്യമോട് നൽകി വെക്കല്ലേ? അതിന്റെ കാരണം ബേസിക് കോഴ്സ് പറയാം, അടിസ്ഥാന പറയാം. അല്ല, അവരാരും കാവ്യ വിവാഹം കഴിച്ചില്ലല്ലോ. മമ്മൂട്ടിയോ മോഹൻലാലോ അവരാരും കാവ്യ വിവാഹം കഴിച്ചില്ലല്ലോ. കാവ്യ വിവാഹം ദിലീപ് കഴിച്ചതിനുള്ള കലിപ്പ് തീർത്തതാണ് ഈ കൊട്ടേഷൻ. മഞ്ജു എന്ന് പറയണോ? അത് പറ ആഷ്മി, ഇങ്ങനെ പറഞ്ഞു പോവല്ലേ. എനിക്ക് ആഷ്മി വിവാഹം കഴിച്ചത് ആരാ? ദിലീപല്ലേ കാവ്യെ, അതല്ലാതെ മമ്മൂട്ടി മോഹൻലാലോ ഒന്നും അല്ലല്ലോ അവരോട് വൈരാഗ്യം വരാൻ. ദിലീപ് കാവ്യ വിവാഹം കഴിച്ചതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ എത്രയോ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് നിങ്ങൾക്ക് വിട്ടു തരിക. പിന്നെ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ ഇപ്പൊ നിങ്ങൾ ചർച്ചയിലെല്ലാം വിളിക്കും. രാഹുൽ ഈശ്വരനെ ചർച്ചയിലെല്ലാം വിളിച്ച് പാവത്തെ ഇട്ടിട്ട് അവസാനം അത് ആഘോഷിച്ചു. രാഹുൽ ഈശ്വരനെ അകത്തോട്ട് ഇട്ടപ്പോഴും നിങ്ങൾ ആഘോഷിച്ചു. നിങ്ങൾക്ക് പ്രശ്നം എന്താ? ക്ഷീരമുള്ള അകിടിനും ചോട്ടിലും കൊതുകിന് പ്രിയം ചോര തന്നെ. നിങ്ങൾക്ക് സജീവന്തിയുടെ അകത്ത് പോകുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പോകുമ്പോഴേ വാർത്തയുള്ളൂ. ദിലീപ് അകത്ത് പോയാലേ വാർത്തയില്ല. നിങ്ങൾക്ക് ദിലീപ് അകത്ത് പോയാൽ നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാം, പരസ്യ ചാർജ് കൂട്ടാം, പ്രേക്ഷകരെ കൂട്ടാം. ദിലീപ് അകത്ത് പോയ സമയത്ത് ഇവിടുത്തെ ഒരു സീരിയൽ പോലും കാണാൻ ആളില്ലായിരുന്നു. അത്രയ്ക്കും ആൾക്കാരെ നിങ്ങൾ കൊണ്ട് ദിലീപിനകത്തിട്ടത് മാധ്യമങ്ങളാണോ? ശരി, മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ദിലീപിനെ പിടിച്ച് അകത്തിട്ടേക്കാമെന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു. മാധ്യമങ്ങളുടെ കോടതി മാധ്യമങ്ങളുടെ ജയിലിൽ പിടിച്ചിട്ടാണോ? അല്ലല്ലോ, ഇതൊരു കത്ത് പുറത്തു വന്നു. ആ കത്തുമായി DGP എടുത്ത് പോയ ആരാ? ദിലീപാ. ഇതിന് കൂടാതെ അന്വേഷിക്കണമെന്ന് അല്ലേ? മുഖ്യമന്ത്രി, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഇതിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തൊരു ബഹളമായിരുന്നു. ആഷ്മിയൊക്കെ കോർട്ടിൽ തുള്ളിച്ചാടുകയായിരുന്നല്ലോ. എല്ലാ ചാനലുകാരും ഇല്ലില്ല ദിലീപ് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ല. അതേ മുഖ്യമന്ത്രിയുടെ പോലീസല്ലേ സാറേ ദിലീപിനെ പിടിച്ചകത്തിട്ട് 84 ദിവസം ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ പോലെയാ. ഇതെല്ലാം അതേ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസല്ലേ സാറേ ദിലീപിനെ പിടിച്ച് 84 ദിവസം അകത്തിട്ടെ. നിങ്ങളുടെ സങ്കടം പറഞ്ഞോ? നിങ്ങൾക്ക് അനുകൂലമായി പറയുന്ന കുറെ പാനലിസ്റ്റിനെ കൊണ്ടിരുത്തിയിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ദിലീപ് തെറ്റ് ചെയ്യില്ലെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പോ വിവരം ബോധമുള്ളവർ. പിന്നെ നിങ്ങൾ കഥ ഇങ്ങനെ മെനയും, നിങ്ങൾ കഥ പറയാൻ മിടുക്കന്മാരാ, ചെയ്തോ, ജോലിയില്ലേ? ഇവിടെ ബോധവും വിവരമുള്ളവർക്ക് ഒരു ചെറിയ ടൈനി എവിഡൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ചാനലിൽ ഇരുന്നോട്ട് അയ്യോ ഇന്നലെ വൈകിട്ട് പറഞ്ഞ എന്താ ധാരാളം ജനുവുണ്ട്, 20 വർഷം തടവ്. എവിടെയാ ആയുർവേദം എവിടെയാ? നമ്മുടെ കോയമ്പത്തൂർ ആയുർവേദശാലയിലാണ് തടവ്. എന്തൊക്കെ കഥകളാണ് നിങ്ങൾ പറയുന്നത്? കോടതിക്ക് ബോധ്യപ്പെടാത്തതാണല്ലോ പ്രശ്നം. അത് ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് വിധി പ്രസ്താവം വരട്ടെ, നമുക്ക് അപ്പൊ ഇരിക്കാം. താങ്കൾ പറഞ്ഞില്ലേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്? വേണ്ട, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഈ കേസിൽ കുറ്റമുക്തനെ 8ാം പ്രതി കുറ്റമുക്തനെ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു. കേൾപ്പിക്കാവോ സജീവന്തിയായിട്ട്? താങ്കൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറഞ്ഞു. വേണ്ട, ഈ കേസിൽ കുറ്റമുക്തനെ ഇറങ്ങി 8ാം പ്രതി ഇറങ്ങിയപ്പോ തന്നെ ആദ്യം പറഞ്ഞ ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്തു. പ്ലേയോ
CBI അന്വേഷണം വന്നിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതികൾ ഇവിടെ വന്നേനെ, ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചേനെ. ആ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ ആരാ ഇത് ചെയ്യിക്കാൻ വിട്ടതെന്ന്. പെൺകുട്ടി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദിലീപ് പറഞ്ഞു കേൾക്കൂ. നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടിക്ക് അറിയത്തുള്ളൂ സാർ. ഇവിടെ ആരാ പെൺകുട്ടിക്കെതിരെ? പിന്നെ ഇല്ലാത്ത നറേഷൻ കൊടുക്കുന്ന നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇന്ന് കോടതി വിധി വന്നിരിക്കുന്നു, ഈ കോടതി വിധി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനല്ലേ ആഷ്മി ഈ ചർച്ച? എന്നിട്ട് നിങ്ങളെ ഹോമിയോ ഗുളിക പോലെ അകത്ത് കയ്പ് വെച്ചിട്ട് മധുരം വെക്കല്ലേ പ്ലീസ്. ആർക്കാ മനസ്സിലാക്കാം? നിങ്ങളുടെ പ്രശ്നം എന്താ? ഇന്ന് മോശമാണെന്ന് കാണിക്കാൻ 3-4 പേരെ കൊണ്ടിരുത്തിയിട്ട് അതിലെ പുട്ടിന്റെ തേങ്ങാപ്പുര പോലെ എന്നെ കൊണ്ടിരുത്തിയിരിക്കുക. ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്. എന്റെ ആഷ്മി, സാമാന്യ ബുദ്ധി ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നതും അരിയാഹാരവും ഗോതമ്പും ഒക്കെയാ. നിങ്ങൾ പറഞ്ഞ് ചാനലുകളുടെ എല്ലാം വിശ്വാസം പൊക്കൊണ്ടിരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞു കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിൽ ആർക്കുള്ള കരിപ്പാണെന്ന് നടൻ ദിലീപ് തന്നെ നടത്തി. കുറ്റമുക്തന് 8 പ്രതി പ്ലേ ആവോ? ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.